ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് ദോശയാണ് കേട്ടോ. കടി ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ. നമ്മൾ മീൻകറി ഉണ്ടെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ല. മീൻകറി ഉണ്ടെങ്കിൽ മീൻകറിയും ദോശയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടല്ലോ, അപ്പവും മീൻകറിയും കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കറി ഉള്ളതുകൊണ്ട്, തലേ ദിവസത്തെ മീൻകറി ഉള്ളതുകൊണ്ട്, തലേ ദിവസത്തെ മീൻകറി ആകുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. അല്ലെങ്കിൽ മീൻകറി ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞാലല്ലേ പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് വരിക. പിന്നെ ഈ മീൻകറിനെ കുറിച്ച് ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇതുപോലെ മീൻകറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ? ഞങ്ങളുടെ അവിടെയൊക്കെ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കില്ല, തിളക്കിനേക്കാളും മുന്നേ തന്നെ ഇറക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടങ്ങളിലൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇവിടെ തേങ്ങ ഒഴിച്ചിട്ട് കറി വെക്കുമ്പോൾ നന്നായി തിളപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഇനി ഓരോ കാസർഗോഡ് ഭാഗത്തു നിന്നാണ് തോന്നുന്നുണ്ടെന്നല്ല ഒരു മെസ്സേജ് ഉണ്ടായിരുന്നത്, അപ്പോൾ കമൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും ഓരോ ശൈലിയിലല്ലേ കൂട്ടാനുകളൊക്കെ വെക്കുക. ഇവിടെ തന്നെ പല തരത്തിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ ഈ തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ തന്നെ മീൻകറി വെക്കുകയെന്ന് എനിക്കറിയാം. എങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായി കറി തിളച്ചതിന് ശേഷം തന്നെയാണ് മീനിടുള്ളൂ. തേങ്ങ അരച്ച കറിയാണെങ്കിൽ നന്നായി തിളപ്പിക്കും. അല്ലാണ്ട് തള വരുന്നേക്കാളും മുന്നേ ഒന്നും ഇറക്കി വെക്കില്ല കേട്ടോ. ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ തള വരുന്നേക്കാളും മുന്നേ ഇറക്കി വെക്കും. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നല്ല ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള. ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്ക്, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ദോശ ഇങ്ങനെ ചുട്ടിട്ട് ഞാൻ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റ് ആകുമ്പോൾ നല്ല മൊരിയിച്ചെടുക്കണം. നെയ്യ് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. നെയ്യ് ഉണ്ടായിരുന്നില്ല, നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണ് അതിൻ്റെ മേലെ കൂടെ അങ്ങനെ തൂവി കൊടുക്കുന്നത്. അത് എന്നിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഗോതമ്പ് ദോശയ്ക്ക്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ മദ്രസയിലൊക്കെ കൊണ്ടാക്കണം. അതിൻ്റെ മുന്നെയാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ കേട്ടോ. കാലത്ത് ഇത്തിരി നേരത്തെ എണീക്കണമല്ലോ, സ്കൂളൊക്കെ മദ്രസയൊക്കെ തുറന്നില്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ എണീറ്റിട്ട് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഇവരെന്നെ കൊണ്ടാക്കാൻ പോവുക. അപ്പോൾ ഇഷമോൾ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഗ്യാസ് കത്തണത് താന്ന് നോക്കിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് പർദ്ദ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. തട്ടും പർദ്ദയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് തന്നെ ഇട്ടോളൂ കേട്ടോ. എന്താ പറയുക, രാവിലെ പോകുമ്പോൾ കുളിക്കില്ല കേട്ടോ. രാവിലെ വന്നതിന് ശേഷമാണ് കുളിക്കുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ 6:30ക്ക് മദ്രസ ഉള്ളത്. 6:30ക്ക് ആച്ചൂട്ടൻ കുളിച്ചിട്ടാണ് പോവുക. ആച്ചൂട്ടന് വന്നു കഴിഞ്ഞാൽ നേരമില്ല. ആച്ചൂട്ടന് വന്ന വശം തന്നെ 8 മണിക്ക് മദ്രസ വിടും. 8:15 അവന് വണ്ടി വരും. അതുകൊണ്ട് തന്നെ അവന് വന്നിട്ട് കുളിക്കാൻ സമയമില്ല. ഇവൾക്ക് 9:30ക്കേ വണ്ടി വരുള്ളൂ. അപ്പോൾ ഇവൾ വന്നതിന് ശേഷം കേട്ടോ കുളിക്കുള്ളൂ. കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ഇതാ കുഞ്ഞുവിന് കൊണ്ടുപോകാനുള്ള ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസം ചോറ് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് തിളപ്പിക്കുക ചെയ്യുക. വേവ് കുറച്ചിട്ട് ഊറ്റും കേട്ടോ. അപ്പോൾ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി കൊട്ടക്കൈയിലേക്ക് ഊറ്റി വയ്ക്കും. ആ ഒരു കൊട്ടക്കൈയിൽ ചോറ് തന്നെ കേട്ടോ അവൻ കൊണ്ടുപോകുള്ളൂ. ഇവിടെ കൊട്ടക്കൈയിൽ എന്നിട്ടതിന് പറയുക, ഞങ്ങളോട് അങ്ങനെ പറയുക. ഇതിന് ശരിക്കും എന്താ പറയുക എന്നൊക്കെ അറിയില്ല. കൊട്ടക്കൈയിൽ തന്നെ തോന്നുന്നുണ്ട് പറയുക. അപ്പോൾ കൊട്ടക്കൈയിലേക്ക് ചോറൊക്കെ ഊറ്റിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ ഇഷമോളേനെയും ആച്ചൂട്ടനെയൊക്കെ കൊണ്ടാക്കാൻ പോകണം മദ്രസയിലേക്ക്. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. ഓരോ ഗ്ലാസ് കട്ടൻ ചായ മാത്രമേ കേട്ടോ കുടിക്കുള്ളൂ. ഇഷമോൾക്ക് റസ്ക് ഉണ്ടെങ്കിൽ അവൾ കഴിക്കും. ആച്ചൂട്ടൻ ഒന്നും കഴിക്കില്ല കേട്ടോ. റസ്ക്കും കഴിക്കില്ല. ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചാലും അവന് രാവിലെ കഴിക്കുന്നത് ഇഷ്ടമല്ല. വന്നതിന് ശേഷമാണ് കഴിക്കുകയുള്ളൂ എന്താണെങ്കിലും. അപ്പോൾ അതാ അവരവിടെ ഡ്രസ്സ് മാറേണ്ട സമയമായിട്ടില്ല. അപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു കുഞ്ഞുവിനുള്ള ചോറാക്കി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ സ്കൂളിലേക്ക് മീൻകറി കൊടുത്തേക്കാന്ന്. അപ്പോൾ ഞാൻ കുഞ്ഞുവിന് ഇന്ന് മീൻകറി തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത്. മീൻകറി മീൻ പൊരിച്ചതാണ് കൊടുത്തേക്കുന്നത്. ഇത് അവനും അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഉള്ളത് തന്നെ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പാത്രം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി പുട്ടൊക്കെ എത്ര ചില കുട്ടികൾ കൊണ്ടുവരിക. അപ്പോൾ മീൻകറി കുറച്ച് കാട്ടറാന്നൊക്കെ പറയത്രേ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ എന്താ പറയുക, പിന്നെ കുഞ്ഞു ഇത്തിരി ചോറാണ് കഴിക്കുള്ളൂ കേട്ടോ. കുഞ്ഞു അങ്ങനെ തോനെ കഴിക്കൂല. ചില പിള്ളേർ ചോറ് കൊണ്ടുവരാത്ത പിള്ളേർക്ക് ചോറും കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ തരി ചോറാക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതൽ ഇത്തിരി തോനെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ തികയില്ലേ. ഇന്ന് ചോറൊക്കെ ആക്കിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് എന്താ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ തിളപ്പിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇത്ര ചോറിനെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറിയൊക്കെ അത്യാവശ്യത്തിനുള്ള കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവനുള്ള ചോറും കറിയും വെള്ളവും ഒക്കെ ആക്കി സെറ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ കുളിക്കുന്നുണ്ട്. അവനും 7 മണിയാകുമ്പോൾ പോകണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് വരുമ്പോഴേക്കും അവൻ്റെ എല്ലാ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് ചായ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇഷ്ടമുള്ള റസ്ക്കൊക്കെ കഴിഞ്ഞു. ഉമ്മച്ചി ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കട്ടെ എന്നോട്. റസ്ക് കഴിഞ്ഞാൽ അവൾക്ക് വിമ്മിഷ്ടടിക്കില്ല തുടങ്ങും. റസ്കിന് ഇനി എന്താ കാട്ടുക വെച്ചിട്ട് രാവിലെ ആദ്യമൊക്കെ നമ്മൾ പാൽ മേടിച്ചായിരുന്നല്ലേ. ഇപ്പോൾ പാൽ ചായ കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു സുഖമാണ്. കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ നിമിഷ നേരത്തിനല്ലേ ഉള്ളൂ. അപ്പോൾ വയറ് കാളുള്ളൂ.
അപ്പോൾ റസ്ക്കാണ് പിന്നെ ഉള്ള ബലം. അപ്പോൾ രാവിലെ തന്നെ കടി കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ റസ്ക് ആകുമ്പോൾ എന്താ പറയുക, ഒരെണ്ണം രണ്ടെണ്ണമായിട്ട് കഴിച്ചിട്ട് പോകും ട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യുക, വാങ്ങിക്കാന്നൊക്കെ ചോദിച്ചിട്ടാണ് മൂപ്പര് പോണത്. അങ്ങനെ എന്താ നമ്മൾ കിടക്കണോടത്തിൽ തന്നെ പല പട്ടി കയറിയാൽ വെച്ചിട്ട് 2 കസേര ഇങ്ങനെ അപ്പുറം ഇപ്പുറമായിട്ട് ക്രോസ് ചെയ്തിട്ട് വെക്കും. പട്ടിയും പൂച്ച കയറും, പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 6:30 6:40 ഒരു ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നേരൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. പക്ഷെ മോളേനെ ആച്ചോട്ടനെയും കൊണ്ടാക്കി വരുമ്പോഴേക്കും കുഞ്ഞുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടിരിക്കും. കുഞ്ഞുവിൻ്റെ ചെരുപ്പിട്ടിട്ടാണ് ഞാൻ പോണത്. എൻ്റെ ചെരുപ്പ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അത് എടുക്കാൻ പോകാൻ മടിച്ചിട്ടാണ് അവന് ചെരുപ്പിട്ടിട്ട് പോണത്. അപ്പോൾ അത് അവർ രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ആച്ചൂട്ടൻ്റെ കാര്യം ഭയങ്കര കഷ്ടമായിട്ട്. ആച്ചൂട്ടന് നേരത്തെ എണീക്കണം, കുളിക്കണം, പിന്നെ വന്നു കഴിഞ്ഞാൽ ചായ നേരെ ചോദിരുന്ന് കുടിക്കാൻ പോലും സമയം കിട്ടില്ല. വന്ന വശം അവന് വാരി കൊടുക്കണം. അവനുള്ളതൊക്കെ വിളമ്പി വെച്ചിട്ടാണ് ഞാൻ അവരെ വിളിക്കാൻ പോവുക. എന്നിട്ട് വന്നതും വാരി കൊടുത്തതിന് ശേഷം അവൻ്റെ വണ്ടി വരും കേട്ടോ. അങ്ങനെ ഒന്ന് നേരത്തെ അലക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മെഷീനിലൊന്നും അലക്കിയില്ല, നേരത്തെ കല്ലുമ്മ തന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു. അലക്കൽ കഴിഞ്ഞപ്പോൾ ആച്ചൂട്ടനും കുഞ്ഞും പോയിട്ടുണ്ട്. ഇനി ഇഷമോളും കൂടെ ഉള്ളു. അവളെ കുളിപ്പിക്കണം. അവളെ കുളിന്ന് കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കണം, മടിച്ചാൽ കുളിക്കാൻ. അപ്പോൾ അവളെ കുളിപ്പിക്കണം. അപ്പോൾ അവളവിടെ തോർത്തുമുണ്ടായിട്ട് ഇറക്കി എന്തോ എടുത്തിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി കുളിപ്പിച്ചായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് തോരയിടട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ ഒന്ന് തോരയിടാം കേട്ടോ. പിന്നെ കല്ലുമ്മൽ അലക്കിയ കാരണം ഞാനും ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് കുളിക്കണം. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഇവിടെ അതിനെ കൊണ്ടാക്കാൻ പോകണമെങ്കിൽ. നമ്മുടെ അലക്കുകല്ല് അപ്പുറത്തുണ്ട്. അവിടെ തിരുമ്പുമ്പോൾ അത്ര അധികം വെള്ളം മേൽക്കാവില്ല. പക്ഷെ ബാത്റൂമിൽ കല്ലുണ്ട്. ബാത്റൂമിൽ അലക്കുമ്പോഴാണ് നമ്മൾ അരയ്ക്കുന്ന കീഴ്പോട്ട് ഇങ്ങോട്ട് ആകെ നനയും കേട്ടോ. അപ്പോൾ ഞാൻ ആകെ നനഞ്ഞൂട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നേരെ പോയിട്ട് രണ്ടുപേരും കുളിക്കണം. ഇഷമോളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ അങ്ങോട്ട് കയറ്റി വിട്ടതിന് ശേഷം ഞാനും കുളിച്ചിട്ടാണ് ഇപ്പോൾ അവളെ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഒരുക്കി അവളെ അവിടെ ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ 2-3 കുറച്ച് നമ്മുടെ പണ്ടത്തെ വാഴാനിത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അവൾ ആദ്യം വെച്ച് നല്ല മോഡലിലൊക്കെ മുടി കെട്ടി തന്നിരുന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ മാത്രമേ കെട്ടിത്തരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുഖം ഇങ്ങനത്തെ ഒരു ഷേപ്പിലിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് എടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല ഇരുട്ട് കുത്തിയ മഴ വരുന്നുണ്ട്. ഉച്ച സമയത്ത് ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല മഴയാണ് പുറത്ത് വരാൻ പോണത്. എന്തായാലും ഓണത്തിന് മഴയൊന്നും ഇല്ലാണ്ട് ആൾക്കാർക്ക് ടൂർ പോകാനും എല്ലാത്തിനും ഓണം അടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയില്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ സ്കൂൾ തുറന്നപ്പോഴാണ് മഴയൊക്കെ വരുന്നത് കേട്ടോ. മഴ പെയ്യണമൊന്നുമില്ല, മഴ വരുന്നുണ്ട്. അപ്പോൾ അതാ മുടിയൊക്കെ കെട്ടി കൊടുത്തു. ഇനിയുള്ള കണ്ണും പിരികൊക്കെ എഴുതി കൊടുത്ത് അത് സെറ്റാക്കണം. അപ്പോൾ കണ്ണ് പിരിക് എഴുതണം. ആദ്യം ഹൈബ്രോ പെൻസിൽ കൊണ്ട് എഴുതിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. അതൊന്നും മേടിച്ചിട്ടില്ല. അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ പിന്നെ അവൾ സ്കൂളിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഓരോ വിശേഷങ്ങൾ മദ്രസയിൽ പോയി വന്നാലും കുറേ പറയാനുണ്ടാവും, സ്കൂളിൽ പോയി വന്നാലും കുറേ പറയാനുണ്ടാവും. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ മുഖത്ത് കുറച്ച് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുട്ടികളുടെ ഈ ഒരു കാലം നല്ലൊരു കാലമല്ലേ. കുട്ടികൾക്ക് നമ്മളിങ്ങനെ ഒരുക്കി കൊടുക്കണതും അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതും ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയാലും നാളെ നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുള്ള നിമിഷങ്ങളാണ് കഴിഞ്ഞു പോണത്. അപ്പോൾ അവളെ മുഖത്തൊക്കെ ക്രീം തേച്ച് കൊടുത്തിട്ട് അവളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ബാക്കി എൻ്റെ മേക്കപ്പാണ് കേട്ടോ. ഞാനും ചെറുതായിട്ട് ആ ക്രീമൊക്കെ തേച്ച് ഒന്ന് പൗഡറൊക്കെ ഇട്ടൊന്ന് മിനുങ്ങി എന്ന് ഞാൻ പറയുക, മിനുങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ അവളെ അങ്ങോട്ട് പോകണമല്ലോ. പിന്നെ കടയ്ക്കൊന്ന് പോവാണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കുളിച്ചത് കേട്ടോ. കൂറ വേഷത്തിൽ പോകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ മുടിയൊന്ന് കെട്ടി അവളെ കൊണ്ടാക്കാൻ പോകണം കേട്ടോ. പിന്നെ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി അങ്ങനെ പോവുകയാണ്. ടീച്ചർമാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇന്ന് ടീച്ചർ കാറിലൊന്നുമല്ല കേട്ടോ പോയത്. ടീച്ചറുടെ ഭർത്താവിൻ്റെ കൂടെ സ്കൂട്ടിയിലാണ് പോയത്. ബൈക്കിലല്ല, സ്കൂട്ടിയിലാണ് പോയത്. അപ്പോൾ ഞാൻ ഇഷമോളനെ എന്തായാലും അങ്ങോട്ടൊന്ന് ആക്കി കൊടുക്കട്ടെ. സ്കൂട്ടിയിൽ രാവിലെ കാലത്ത് 6:30 മുതൽ 9:30 വരെ ഈ സ്കൂട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെന്നെ പണി കേട്ടോ. അങ്ങനെ നമ്മളിതാ അവളേനെയും കൊണ്ടിട്ട് നമ്മുടെ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ടീച്ചറേനെയും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാളെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരെ. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.